കോഴിക്കോട് ഷഹബാസ് വധക്കേസ് പ്രതികളായ വിദ്യാർത്ഥികളുടെ പരീക്ഷാ കേന്ദ്രം മാറ്റാൻ നീക്കം. അന്വേഷണ ഉദ്യോഗസ്ഥൻ പരീക്ഷാ ഭവൻ സെക്രട്ടറിക്കും കളക്ടർക്കും കത്ത് നൽകി. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, കോഴിക്കോട് ഷഹബാസ് വധക്കേസ് പ്രതികളായ 10ാം ക്ലാസ് വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതുന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടായിരുന്നു. ഇതിലിപ്പോൾ പരീക്ഷാ കേന്ദ്രം മാറ്റാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. നിലവിൽ എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ 5 പ്രതികളായ വിദ്യാർത്ഥികളും പരീക്ഷ എഴുതേണ്ടിയിരുന്നത്. നാളെ മുതലാണ് SSLC പരീക്ഷ തുടങ്ങുന്നത്. എന്നാൽ ഇവർ പരീക്ഷയ്ക്ക് വന്നാൽ അവരെ തടയുമെന്നും അവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കില്ലെന്നും യൂത്ത് കോൺഗ്രസും MSFും ഒക്കെ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. മാത്രമല്ല അതിനു പുറമെയുള്ള ആളുകളിൽ നിന്നും, സാധാരണ നാട്ടുകാരിൽ നിന്നുൾപ്പെടെ കനത്ത ജനരോഷമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ പോലീസ് കരുതിയിരുന്നത് നാട്ടുകാർ മാത്രമാണ് ഉണ്ടാവുന്നതെങ്കിൽ ആ ജനരോഷം തടയാൻ കനത്ത പോലീസ് ബന്ദോബസ്തിന് സാധിക്കുമെന്നുള്ളതാണ്. എന്നാൽ യൂത്ത് കോൺഗ്രസ് കൂടി ഈ സമരം തന്നെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ്, KSU, MSF പോലുള്ള സംഘടനകൾ സമരം അടക്കമായി ഇത് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അങ്ങനെ പോലീസ് സുരക്ഷയിൽ കൊണ്ടുവന്നാലും അവിടെ അക്രമം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ്. വലിയൊരു സംഘർഷ ഭൂമിയായി ഈ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ പരീക്ഷാ കേന്ദ്രത്തിന്റെ പരിസരം മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് താമരശ്ശേരി SHO ആയിട്ടുള്ള നിലവിൽ ഈ ഷഹബാസിന്റെ കൊലപാതക കേസ് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള താമരശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ സായൂജിന്റെ നേതൃത്വത്തിൽ പോലീസ് യോഗം ചേർന്നത്. അത് കോഴിക്കോട് റൂറൽ SP K ബൈജുവിന്റെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് ഈ യോഗം ചേർന്നത്. ആ യോഗം ചേർന്ന് അവരൊരു തീരുമാനമെടുത്തത് പരീക്ഷാ കേന്ദ്രം മാറ്റുക എന്നുള്ളതാണ്. അതിന് പരീക്ഷാ ഭവൻ സെക്രട്ടറിയുടെയും ഒപ്പം തന്നെ ജില്ലാ കളക്ടറുടെയും അനുമതി ആവശ്യമാണ്. വിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതി ആവശ്യമാണ്. അതിനായി അടിയന്തരമായി തന്നെ പരീക്ഷാ ഭവൻ സെക്രട്ടറിക്കും കളക്ടർക്കും കത്തയച്ചിട്ടുണ്ട്. എന്നാൽ ആ കത്തിൽ ഇതുവരെയായി വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു ഉത്തരവ്, എന്തെങ്കിലും ഒരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. ഇന്ന് 10 മണി വരെ, രാത്രി 10 മണി വരെ അതിൽ ഉത്തരവിനായി കാത്തിരിക്കും. അങ്ങനെ ഉത്തരവ് അനുസരിച്ച് അത് അനുകൂലമായി കിട്ടുകയാണെങ്കിൽ ഈ പ്രതികളായിട്ടുള്ള 5 വിദ്യാർത്ഥികൾ വെള്ളിമാട് കുന്നിലെ ജുവനൈൽ ഹോമിൽ തന്നെയായിരിക്കും. നിലവിൽ അവിടെയുള്ള ജുവനൈൽ ഹോമിന്റെ കേരളാണ് അവരെ പാർപ്പിച്ചിരിക്കുന്നത്. അവിടെ തന്നെയായിരിക്കും ഇവർ 5 പേരും പരീക്ഷ എഴുതുക. ഇനി അഥവാ അനുമതിയില്ലെങ്കിൽ കനത്ത സുരക്ഷാ സന്നാഹത്തിൽ ഇവരെ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് തന്നെ കൊണ്ടുപോകും. അത് വലിയ സംഘർഷ സാധ്യതയായിരിക്കും അവിടെ നാളെ ഉണ്ടാവുക. തീർച്ചയായും അവിടെ പരീക്ഷ എഴുതാൻ നിരവധിയായിട്ടുള്ള സ്കൂളിലെ തന്നെ വിദ്യാർത്ഥികൾ എത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് അവരെയും കൂടെ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുമല്ലേ? എന്തായാലും അത്തരം ആളുകളെ ഒന്നും തടയില്ല. ഈ 5 പ്രതികളെ മാത്രമേ തടയൂ എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസും MSFും KSU അടക്കമുള്ള സമരം പ്രഖ്യാപിച്ച സംഘടനകൾ വ്യക്തമാക്കുന്നത്. അതായത് ഈ പ്രതികൾ വരുന്ന വാഹനം തടയും, അങ്ങനെ അവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കില്ല. മാത്രമല്ല ഷഹബാസിന്റെ പിതാവ് മുഹമ്മദ് ഇക്ബാൽ തന്നെ വൈകാരികമായി പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞത് എന്റെ മകനോ പരീക്ഷ എഴുതാനായിട്ടില്ല, അതുകൊണ്ട് ഈ 5 പ്രതികളും പരീക്ഷ എഴുതുന്ന സാഹചര്യം ഉണ്ടാകരുത്. മാത്രമല്ല ഈ പ്രതികൾ ഉന്നതരുടെ മക്കളാണ്. പ്രതികളുടെ പിതാക്കന്മാർ, രക്ഷിതാക്കൾ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ വാർത്തയിൽ സൂചിപ്പിച്ചതുപോലെ ഒരാൾക്ക് കൊട്ടേഷൻ ബന്ധമുണ്ട്, ഒരാൾ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ കേസിലെ പ്രതിയാണ്, മറ്റൊരാൾ പോലീസുകാരനാണ്, മറ്റൊരാൾ അധ്യാപകനാണ്, തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഷഹബാസിന്റെ പിതാവ് നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയ കാര്യമാണ്. ആ ഒരു സാഹചര്യം, ഇവരുടെ ഉന്നത സ്വാധീനം ഒക്കെ കണക്കിലെടുത്ത് ഷഹബാസിന്റെ പിതാവ് വളരെ വൈകാരികതയോടുകൂടി നേരത്തെ പ്രതികരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഈ പരീക്ഷ എഴുതാനെത്തുന്ന ഈ പ്രതികളെ തടയും എന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ വലിയ ഒരു ജനരോഷത്തിന് തന്നെ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരം വേദിയാകേണ്ടി വരും ഈ പരീക്ഷാ കേന്ദ്രം മാറ്റിയില്ലെങ്കിൽ. ശരി, റിയാസ് KMR ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. പാലക്കാട് ഒറ്റപ്പാലത്ത് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ വിദ്യാർത്ഥി സാജന് സഹപാഠിയുടെ മർദ്ദനമേറ്റ സംഭവത്തിൽ ഗുരുതര ആരോപണവുമായി കുട്ടിയുടെ പിതാവ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത സംഭവത്തിൽ പ്രതിയെ ജാമ്യത്തിൽ വിട്ടു. പരിക്കേറ്റ മകന്റെ മൊഴി പോലും ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. ആദ്യം മുതൽ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമം നടന്നു. പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ടും ഫോൺ എടുക്കാൻ തയ്യാറാകുന്നില്ല. പ്രതിയുടെ രാഷ്ട്രീയ സ്വാധീനമാണ് ഇതിന് പിന്നിൽ. ബോധപൂർവമാണ് മകന് നേരെ ആക്രമണം നടന്നത്. CCTV ദൃശ്യങ്ങളുടെ കാര്യങ്ങൾ വ്യക്തമാണ്. മകൻ ആശുപത്രിയിൽ കഴിയുമ്പോൾ പ്രതി മറ്റുള്ള ആളുകളെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണെന്നും മർദ്ദനമേറ്റ സാജന്റെ പിതാവ് പറഞ്ഞു. സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു എന്നാണ് അറിയാൻ